ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു റെസിപ്പി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലെയും മക്കൾ എല്ലാ പച്ചക്കറിയൊന്നും കഴിക്കില്ല. അപ്പോൾ എൻ്റെ 2 മക്കളും അങ്ങനെയാണ്. ബീട്രൂട്ടൊന്നും അവർക്ക് പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബീട്രൂട്ട് എങ്ങനെ മക്കളുടെ അകത്താക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കഷ്ണം ബീട്രൂട്ട് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ട് കുഞ്ഞു കഷ്ണം തോല് ചെത്തി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഈ കുഞ്ഞു മക്കളുടെ വയറ്റിൽ എങ്ങനെ ഇത് എത്തിക്കാന്നുള്ളതാണ്. കഴിക്കാൻ ഒരുപാട് മടിയുള്ള മക്കളുണ്ടാവും. അപ്പോൾ നമുക്ക് അവരുടെ വയറിൽ എങ്ങനെ ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവ എത്തിക്കാന്നുള്ള റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിടാം. ഞാനിതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാനത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതല്ലേ. ഇനി ഇത് നമുക്ക് ദോശമാവിലേക്ക് മിക്സ് ചെയ്യാം. ഇന്നലെ അരച്ച് വെച്ച ദോശമാവാണ്. അത് അത്യാവശ്യം പുളിച്ചിട്ടൊക്കെ ഉണ്ട്. മക്കൾക്ക് രാവിലെ ഉണ്ടാക്കാൻ കൊടുക്കും. ഇതിത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് വൃത്തിയായി ദോശമാവിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അതുപോലെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം ദോശമാവ്. ബീട്രൂട്ട് നല്ല മഷി പോലെ അരച്ച് അത് ദോശമാവിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇത് കുറച്ച് വെള്ളം കമ്മിയുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ദോശമാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് അരച്ചതും ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞു മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ദോശ ചുട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ദോശ ആദ്യം നമുക്ക് കല്ലിൽ എണ്ണ തടവി കൊടുക്കാം. ഇവിടെ എണ്ണ തടവി വെക്കുന്ന മറ്റേ റബ്ബറിൻ്റെ ഒന്നും ഏട്ടം വാങ്ങാൻ സമ്മതിക്കില്ല. അപ്പോൾ ഒരു കോലിൽ കോട്ടൺ തുണി ചുറ്റിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നമുക്ക് എണ്ണ തടവി ഈ മിക്സ് അതിലൊഴിച്ച് ദോശ ഉണ്ടാക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കാം. ഇവിടെ മക്കൾക്ക് നെയ്യ് ഒഴിച്ച ദോശ ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ദോശ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മക്കൾക്ക് ദോശ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറയും. ഒരാൾക്ക് ചട്നി, ഒരാൾക്ക് ചമ്മന്തിയാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ എന്തായാലും അവർ രണ്ടാളും ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. ദോശ സൂപ്പറായിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. അപ്പോൾ മക്കൾക്ക് ദോശ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.